VD സതീശൻ. ഇങ്ങനെ കേരളം കടലിൽ വെച്ചിട്ട് ഒരു പരമ പന്നനെ ഞാൻ കണ്ടിട്ടില്ല. പന്നനെന്ന് തന്നെ ഞാൻ പറയുന്നു. ഒരു പ്രതിപക്ഷ നേതാവെന്ന നിലയിലുള്ള ഒരു മാന്യതയും മര്യാദയും കൊടുത്ത് സംസാരിക്കുന്ന രീതിയിലുണ്ടോ? ഇവിടെ പിണറായിയൊക്കെ കായിലുണ്ട്, അവിടെ തന്തയുടെ പ്രായമുണ്ട്, കായിലുണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞാൽ കേട്ടാൽ അയാൾ കണ്ട് ക്ലിൻ്റൺ ആണെന്ന് തോന്നുന്നു. ഈ തറ എനിക്ക് വയസ്സ് 88 ഉണ്ട്, കുഞ്ഞ് 89ാമത്തിലേക്ക് പ്രവേശിക്കാൻ ഒരു മാസം കൂടിയുള്ളൂ. ഞാൻ ഒരുപാട് രാഷ്ട്രീയക്കാരെ കണ്ടിട്ടുണ്ട്. ഇത്തരം പറയുന്നൊരു വീഡിയോ ഞാൻ ജനിച്ചു കണ്ടിട്ടില്ല. ഏതും മാത്രമല്ല ഒരു ഈഴവ വിരോധിയും കൂടെയാണ്. ഈഴവെന്ന് വന്നാൽ കടിച്ചു കൊല്ലാൻ നടക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, KPCC പ്രസിഡന്റ് ആരായിരുന്നു? സുധാകരൻ, ഒരു ഈഴവനായിരുന്നു. ആ KPCC പ്രസിഡന്റായിട്ടിരിക്കുമ്പോൾ ആ KPCC പ്രസിഡന്റ് എപ്പോഴും കയറി അഭിപ്രായം പറയാം, പിറ്റേ ആ സെക്കൻഡ് അതിനെതിരായിട്ട് വർത്താനം പറഞ്ഞിരിക്കും. പറഞ്ഞ് ആ മനുഷ്യനെ ഒതുക്കിയില്ലേ. സുധാകരൻ KPCC പ്രസിഡന്റായിരുന്നു. അനവസരത്തിൽ അദ്ദേഹത്തെ താഴെ ഇറക്കിയിരുത്തി. പിണറായി ചീത്ത പറയുക, VD സതീശൻ നമ്മുടെ KPCC പ്രസിഡന്റ് അദ്ദേഹം ചീത്ത പറയാ, എന്നെ ചീത്ത പറയാം, എന്നെ കണ്ണുകെട്ടി കണ്ടുപോകാം. ഞാൻ എന്നാ ചെയ്തിട്ടാണ്? എനിക്ക് ശ്രീനാരായണ ധർമ്മം അറിയാൻ പറ്റാറുണ്ട്. ഇയാൾക്ക് എന്നാ ധർമ്മം അറിയാം? ഇയാൾക്കൊരു ചുക്കും ചുണ്ണാമ്പ് അറിയാൻ പാടില്ല. ഇയാൾക്ക് എന്നാ അവർ പറയുമ്പോൾ ഒത്തു പറഞ്ഞു എങ്ങനെ സ്ഥാനം അടിച്ചെടുക്കണം, മുസ്ലിം ലീഗിന് ഒത്തു പറയണം, എന്നിട്ട് അടുത്ത സ്ഥാനം ഉറപ്പിക്കണം. മുഖ്യമന്ത്രിയാകാൻ നടക്കുകയാണ്, വലിയ കാലത്ത് വെള്ളമൊഴിച്ചിട്ട് നടക്കുകയാണ്. വെള്ളമൊഴിച്ചിരിക്കണമല്ലാതെ ആ വെള്ളം വാങ്ങി താഴെ വെച്ചാണ് നല്ലത്. കോൺഗ്രസിന് 4-5 ഓടി നടക്കണം മുഖ്യമന്ത്രിയാകാൻ. നിങ്ങൾക്കറിയാമല്ലോ ആരൊക്കെയാണെന്ന്, പേര് ഞാൻ പറയുന്നില്ല. ആ മുഖ്യമന്ത്രിയാകാൻ 4-5 നടക്കുമ്പം ഈ തറയിനെയൊക്കെ പിടിച്ച് മുകളിലോട്ട് പോയാൽ കേരള രാഷ്ട്രീയത്തിൽ ഈ പറയുന്ന എല്ലാവരും യോജിപ്പിച്ചുകൊണ്ട് പോകാൻ വല്ല കഴിവ് മനുഷ്യണ്ട്. വല്ല ചീത്ത പറയാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും കൊണ്ടിരുത്താം. ആരെങ്കിലും ചീത്ത പറയാനെങ്കിൽ പറയിപ്പിക്കാൻ സതീശനെ കൊണ്ടുവരും. അല്ലാതെ മാന്യമായി വർത്തമാനം പറയാനോ മാന്യമായി കൈകാര്യം ചെയ്യാനോ ഇപ്പോൾ രമേശ് ചെന്നിത്തല ആരെങ്കിലും ചീത്ത പറയുന്നുണ്ടോ? അടുത്തൊരു പാരമ്പര്യമുള്ള ആളാണ്. അപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഇത്രയധികം അധപ്പതിച്ച ഒരു രാഷ്ട്രീയ നേതാവില്ല. ആ ആളൊക്കെയാണ് എന്നെ ഗുരുധർമ്മം പഠിപ്പിക്കാൻ നടക്കുന്നത്. ഗുരുദേവ പ്രസ്ഥാനത്തോട് എന്ത് ചെയ്തിട്ടുണ്ട് ഇയാൾ? നമുക്ക് കിട്ടുന്ന സമയത്തെല്ലാം ചവിട്ടും പറ്റി വേണ്ടുവെന്ന നടുവിന് തൊഴിൽ കൂടെ നടത്താനായിട്ട് നടക്കുന്ന ആളാണ് VD സതീശൻ. ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ്. വടി വെച്ചെടുത്ത് കുട വയ്ക്കത്തില്ല. മാത്രമല്ല ഒരു പരപക്ഷ ബഹുമാനം വേണ്ടേ? എന്തൊക്കെ നമ്മൾ സംസാരിക്കുന്നത് നിങ്ങൾ TV കേൾക്കുന്നില്ലേ? ഇവരൊക്കെയാണ് നമ്മളെ വിമർശിക്കുന്നത്. എല്ലാവർക്കും സുഖിപ്പിക്കുന്ന ആരെന്നറിയാം? ലീഗിനെ സുഖിപ്പിക്കണം. അവർ വോട്ട് ബാങ്കാണ്. നമ്മുടെയൊക്കെ വോട്ടിന് വിലയില്ല. എന്തുകൊണ്ട് വിലയില്ലാതെ പോയി? ലീഗിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്.